ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങളെല്ലാം റെഡിയാണല്ലോ? കുറേ അധികം വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ മാത്രമായിട്ടുള്ള ചില വാർത്തകളും ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ്. വയനാട് മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുത്തു എന്ന വിവരം ലഭിക്കുന്നു. പ്രസവശേഷം ഈ ഒരു യുവതിയുടെ വയറ്റിൽ നിന്നും തുണിക്കഷ്ണം പുറത്തു വന്ന സംഭവത്തിലാണ് ഈ കേസ്. മാനന്തവാടി SI MC പവനാണ് അന്വേഷണ ചുമതല. പാണ്ടിക്കടവ് സ്വദേശിനിയാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. സുർജിത്ത് കൊണ്ടുവന്ന ഒരു വാർത്തയായിരുന്നു അത്. എന്തായാലും അവസാനം ഒരു FIR വരുന്നു, ഒരു കേസ് വരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലെ ഒരു പ്രൈം ടൈമിലാണ് നമ്മൾ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ ചികിത്സാ പിഴവ്, ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടായി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടന്നു. ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ വേണ്ടി മാനന്തവാടിയിലെത്തി വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയാക്കി. അതിനുശേഷം ഈ ലഭിച്ച പുറത്തു വന്ന തുണി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിനുശേഷമാകും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ടിന്റെ ഇടവേളയാണ് ഇപ്പോഴുള്ളത്. വിശദമായി ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി, യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി, അതെല്ലാം തന്നെ പൂർത്തിയാക്കി. ഇതിനൊടുവിലാണ് ഇപ്പോൾ FIR ഇടുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. മാനന്തവാടി പോലീസാണ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മാനന്തവാടി SI MC പവനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ചുമതല. ഈ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറായിട്ടുള്ളത്. ശരീരത്തിൽ ലഭിച്ച തുണിയുടെ കഷ്ണം അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇത് കസ്റ്റഡിയിൽ എടുത്തത്. 2 തുണി കഷ്ണങ്ങളാണ് ലഭിച്ചത്. അതിലൊന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. മറ്റൊന്ന് ഇപ്പോൾ പോലീസിന്റെ കൈവശമാണുള്ളത്. ഇത് വിശദമായ രീതിയിലുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇതിനുശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഈ വാർത്ത പുറത്തുവന്നതിന്റെ പിന്നാലെ തന്നെ വളരെ സജീവമായ ഇടപെടൽ നടത്തി. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഈ യുവതിയെ വിളിച്ചു, അവർക്കൊപ്പമുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തി. മാത്രമല്ല, ഇതിൽ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി മന്ത്രി. അത്തരത്തിൽ വലിയ ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. വലിയ പ്രതിഷേധവും ഉയർന്നു. അതായത് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കോൺഗ്രസും BJPയും ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. മന്ത്രി OR കേളു തന്നെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന നിലയിലേക്ക് എത്തി. കാരണം OR കേളുവിന്റെ ഓഫീസിലാണ് ഇവർ ആദ്യമായി പരാതി നൽകാൻ എത്തുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് പരാതി കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത് അത് നേരെ DMOയിലേക്കും ഒപ്പം തന്നെ സൂപ്രണ്ടിലേക്കും എത്തിക്കുന്നത്. ഇതിനകത്ത് ഇതിന്റെ സൂചനകൾ ലഭിച്ച മുറയ്ക്ക് തന്നെ മന്ത്രി OR കേളു നേരെ ആരോഗ്യമന്ത്രിയെ വിളിച്ചു. ആരോഗ്യമന്ത്രിയോട് സാഹചര്യം വിശദീകരിച്ചു. ഇതിനുശേഷം കൃത്യമായ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ പോലീസ് കൂടി കേസെടുത്തോടുകൂടി ഈ വിഷയം അതിന്റെ ഒരു വലിയ മാനത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്വാഭാവികമായും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ സ്ത്രീക്ക് നീതി കിട്ടണം. പാണ്ടിക്കടവ് സ്വദേശിനിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം, നമ്മുടെ ജനാർദ്ദനൻ ചോദിക്കുന്നു, ഇപ്പോൾ പകലാണോ രാത്രിയാണോ SKN എന്ന് ചോദിക്കുന്നു. സത്യമാണോ ഞാൻ പറയേണ്ടത്? കുറച്ചു കാലമായിട്ട് അങ്ങനൊരു ചിന്തയൊന്നുമില്ല. പകലും രാത്രിയൊക്കെ ഏതാണ്ട് ഒരേപോലെയായി മാറിയിട്ടുണ്ട് ജീവിതത്തിൽ. ബംഗളൂരു സ്വദേശി സൂരജ് ലാമ തിരോധാന കേസിൽ DNA ഫലം വൈകുന്നതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. ഹൈക്കോടതിയാണ് അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഫലം ലഭ്യമാക്കണമെന്ന് ഹൈക്കോടതി തിരുവനന്തപുരം FSL ലബോറട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഈ FSL എന്തുകൊണ്ടാണ് ഈ ഫോറൻസിക് ലാബ് ഇത് താമസിപ്പിക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ട്? അവസാനം ഹൈക്കോടതിയുടെ ഒരു ശാസനം വരേണ്ടി വരുന്നോ ഇവർക്ക് ഈ റിസൾട്ട് കൊടുക്കാൻ? SKN ഹൈക്കോടതി കടുത്ത അതൃപ്തിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം സൂരജ് ലാമയെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് എത്താനാകുന്നില്ല. നമ്മളിവിടുത്തെ സിസ്റ്റത്തിന്റെ പരാജയത്തെ തുടർന്നാണ് അദ്ദേഹത്തെ കാണാനാകുന്നതും. ഇപ്പോൾ പോലീസ് തന്നെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ലഭിച്ച മൃതദേഹം അദ്ദേഹത്തിൻ്റെതാണെന്നാണ്. പക്ഷേ അതിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ DNA പരിശോധനാ ഫലം വരണം. നവംബർ 30 HMTക്ക് സമീപത്തെ കാട്ടിൽ നിന്ന് ഒരു അജ്ഞാത മൃതദേഹം ലഭിക്കുന്നത്. പോലീസ്
പോലീസ് അത് സൂരജ് ലാമയുടേതാണെന്ന് സംശയിക്കുന്നു. അതിന് പിന്നാലെ DNA പരിശോധനയ്ക്ക് അയക്കുന്നു. ഏകദേശം 1 മാസവും 2 ആഴ്ചയും പിന്നിടുന്നു. പക്ഷേ ഇപ്പോഴും DNA ഫലം ലഭിച്ചിട്ടില്ല. FSL പറയുന്നത് ഇനിയും 2 ആഴ്ച 3 ആഴ്ച കൂടി സമയം വേണമെന്നാണ്. പക്ഷേ 3 ആഴ്ച സമയം അനുവദിക്കാനാവില്ല. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ FSL ലബോറട്ടറി DNA പരിശോധനാ ഫലം നൽകണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഈ ഫലം വരാൻ വൈകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 2 ആഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി ഏറ്റവും അവസാനമായി നൽകിയിരിക്കുന്നത്. കാരണം ഈ DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇത് സൂരജ് ലാമയുടേതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റൂ. അതിനുശേഷം മാത്രമേ മുന്നോട്ട് ഇതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാവുകയുള്ളൂ. അപ്പോൾ അടിയന്തരമായി ഇത് ലഭ്യമാക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ സൂരജ് ലാമയുമായി ബന്ധപ്പെട്ടുള്ള തിരോധാന കേസിൽ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ സാന്തോൻ ലാമയാണ് ഹർജി നൽകിയിട്ടുള്ളത്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ 4 മണിക്കൂറിലധികം ഇന്ന് ഡൽഹിയിലെ CBI ഓഫീസിൽ വിജയ് ചോദ്യം ചെയ്തു. അപകടത്തിന്റെ ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടത്തിനാണെന്ന് വിജയ് മൊഴി നൽകി. വിജയ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. പൊങ്കൽ ഉത്സവം കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്ന് വിജയ് ആവശ്യമുന്നയിച്ചു. അത് അവസാനം CBI അംഗീകരിക്കുകയായിരുന്നു. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ഈ CBIയുടെ ചോദ്യം ചെയ്യലിൽ വിജയ് സംതൃപ്തനാണോ? മാധ്യമപ്രവർത്തകരോട് ആരോടെങ്കിലും സംസാരിച്ചോ? എന്താണ് ഉണ്ടായത്? കാരണം അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് അദ്ദേഹം രാവിലെ ഡൽഹിയിലെത്തിയത്. 11 മണി കഴിഞ്ഞ് എത്ര നേരം അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു? ഇങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും SK, ചോദ്യം ചെയ്യലിന് ശേഷം വിജയ് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. വിജയ് CBI ആസ്ഥാനത്ത് നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. 11 മണിക്കാണ് CBI ആസ്ഥാനത്ത്, ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് വിജയ് ചോദ്യം ചെയ്യലിനായി എത്തിയത്. ആ വിജയ് CBI ആസ്ഥാനത്ത് നിന്ന് മടങ്ങുന്നത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. 4 മണിക്കൂറിലധികമാണ് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട CBI വിജയെ ചോദ്യം ചെയ്തത്. നിരവധി ചോദ്യങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിജയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി CBI തയ്യാറാക്കിയിരുന്നു. അതിൽ പല ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഈ കരൂരിൽ ഈ പരിപാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം പാർട്ടി ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? 2, കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു. തദ്ദേശ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരു ഏകോപനം നടത്തിയിട്ടുണ്ടോ? പോലീസിന്റെ സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും CBI വിജയോട് ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് വൈകി എത്തിയത്? കാരണം 7 മണിക്കൂർ വൈകിയാണ് അന്ന് വിജയ് ഈ വേദിയിലേക്ക് എത്തുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു. മറ്റൊന്ന്, ഈ അപകടം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രസംഗം തുടർന്നത്? അതുകൂടാതെ തന്നെ ഈ ആളുകൾ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് വിജയ് ഈ വെള്ളക്കുപ്പികൾ നൽകുന്നുണ്ട്. ആ വിജയ് എന്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് കടന്നില്ല എന്നതും CBI ചോദിച്ചു. ഈ വൈകി എത്തിയത് സ്വന്തം ശക്തി തെളിയിക്കാനുള്ള അവസരമായി കണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്തത്? അതാണോ അതിന്റെ ലക്ഷ്യം എന്നുള്ളതും CBI ചോദിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വിജയ് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിജയ് CBI അറിയിച്ചത് ഈ പരിപാടി, കരൂരിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് പ്രാദേശിക ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനാണ് എന്നാണ് വിജയ് മൊഴി നൽകിയതായി പുറത്തുവരുന്ന വിവരം. മറ്റൊന്ന്, ഈ അപകട സ്ഥലത്ത് നിന്ന് താൻ മടങ്ങിയതിന് കാരണം ഈ ജനക്കൂട്ടം ഒഴിവാക്കുന്നതിനും തുടർന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് താൻ അടിയന്തരമായി തന്നെ ആ അപകട സ്ഥലത്ത് നിന്ന് മാറിയത് എന്നതാണ് വിജയ് മൊഴിയായി നൽകിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും വിജയ് അതിനെ കൃത്യമായി പ്രതിരോധിക്കുമ്പോൾ വിജയെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ കൂടി CBIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി CBI സമൻസ് നൽകിയിട്ടുണ്ട്. പൊങ്കൽ പരിഗണിച്ചുകൊണ്ട് മറ്റൊരു ദിവസം നൽകണമെന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത്. SK. ഓക്കെ, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ ചോദ്യം ചെയ്യലിന് വിജയ് ഹാജരാകില്ല. വിജയുടെ അഭിഭാഷക സംഘം അറിയിച്ചതാണ് ഈ കാര്യം. പൊങ്കൽ പ്രമാണിച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മറ്റൊരു ദിവസം അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും. അപ്രിയമായ കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നെ CBI അദ്ദേഹത്തിന് വേണ്ടി ചോദിക്കാൻ കരുതിയിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. 4 മണിക്കൂർ ദൈർഘ്യത്തിൽ ചോദ്യം ചെയ്യലിന് അദ്ദേഹം വിധേയമായി എന്നാണ് അച്യുതൻ ഉൾപ്പെടെയുള്ള ബ്യൂറോ നമ്മോട് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്കെതിരെ വീണ്ടും ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചില നടപടികളോട് വിയോജിപ്പുണ്ടെന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ വിമർശനം. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാനാണെങ്കിൽ ദേവസ്വം ബോർഡിന് എന്ത് പ്രസക്തിയെന്ന ജസ്റ്റിസ് A ബദറുദ്ദീൻ ഇന്ന് ചോദിച്ചു. ദേവസ്വം സ്വത്തുക്കൾ കൈക്കലാക്കുന്നത് തടയാൻ നിയമനിർമ്മാണം സാധ്യമാണോ എന്നും കോടതി വാക്കാൽ ചോദിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ A പത്മകുമാർ, മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം.
ആരുമല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സർവ്വവ്യാപിയായി. എല്ലാം പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ ബോർഡ് എന്തിനാണെന്നും കോടതി ചോദിച്ചു. സാക്ഷിയാക്കേണ്ട തന്നെ SIT പ്രതി ചേർത്തെന്ന് ഗോവർദ്ധൻ കോടതിയിൽ പറഞ്ഞു. സ്വർണപ്പാളിക്ക് പകരം ചെമ്പുപാളി എന്ന് എഴുതിയത് മനഃപൂർവ്വം അല്ലെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വാദം. 3 പ്രതികളുടെയും ജാമ്യ ഹർജികൾ SIT എതിർത്തു. ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ അനധികൃതമായി കൈക്കലാക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാണോ എന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ വാക്കാൽ ചോദിച്ചു. വിഷ്ണു സുരേഷ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിനെ ചൊല്ലി BJP സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത. തന്ത്രിയോട് ഒരു വിഭാഗം മൃദു സമീപനം സ്വീകരിക്കുന്നതിനെതിരെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ രംഗത്ത് വന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയ വ്യാജരേഖയുണ്ടാക്കിയതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി കണ്ഠരര് രാജീവരെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ 24 പറഞ്ഞു. ഞങ്ങൾക്ക് SIT-യിൽ വിശ്വാസമില്ലാന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതല്ലേ. ഇതിപ്പോൾ പെട്ടെന്നല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന്. അതിന്റെ ഒരു തെളിവല്ലേ ഇത്. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയം പ്രകടിപ്പിച്ച് BJP സംസ്ഥാന നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നപ്പോഴാണ് തന്ത്രിക്കെതിരെ ഗുരുതര കുറ്റങ്ങൾ എണ്ണി പറഞ്ഞ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച തന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്നും തന്ത്രി നിഷ്കളങ്കനല്ല, മറിച്ച് വ്യാജരേഖ ചമച്ച പ്രതിയാണെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ തുറന്നടിച്ചു. ഒരു വ്യാജരേഖ ചമച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നുള്ളവരുടെ പേര് വിവരം കൊടുത്തിട്ടുണ്ട് വിത്ത് ഡെസിഗ്നേഷൻ. അതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി. ആ സ്വർണം പൊതിഞ്ഞ മാറ്റിയിട്ട് വെറും ചെമ്പുപാളി എന്നാക്കിയെടുക്കുന്ന രേഖ അതാണ്. 2025 ഒക്ടോബർ 10 ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ വിമർശനം. 2019 മെയ് 18 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി വ്യാജ മഹസർ ചമച്ചതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രിയെന്ന് KS രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. 38 കിലോ തങ്കം ഉപയോഗിച്ച് സ്വർണം പൊതിയുമ്പോഴും രാജീവര് തന്നെയായിരുന്നു തന്ത്രിയെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രിയുടെ അറസ്റ്റിനു പിന്നാലെ ശബരിമല വിഷയത്തിൽ സമരവുമായി BJP കളത്തിലിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് നേതൃത്വത്തെ കുരുക്കിലാക്കി ഭിന്നത മറനീക്കി പുറത്തുവരുന്നത്. 24 കൊച്ചി. ഇപ്പോഴൊരു വാർത്ത ശ്രീജിത്ത് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. ബംഗാളിൽ നിപ വൈറസ് 2 പേർക്ക് രോഗം ബാധിച്ചുവെന്ന വിവരം. ബംഗാൾ സർക്കാരുമായി വിഷയം ചർച്ച ചെയ്യുകയാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. രോഗവ്യാപനം തടയാൻ ഇടപെടുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു. എന്തായാലും ബംഗാളിലും നിപ വൈറസ് വന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഈ വാർത്ത അറിയിക്കുന്നത്. താനുമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൗഹൃദം രാഷ്ട്രീയ നടപടിയിൽ തടസ്സമായിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ MP. പാർട്ടി പുറത്താക്കിയ ആൾ രാജിവെക്കണമെന്ന് പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വടകരയിലെ ഫ്ളാറ്റ് ആരോപണത്തിൽ താൻ എന്തിനാണ് മറുപടി പറയുന്നത് എന്ന് ഷാഫി പറമ്പിൽ MP ചോദിച്ചു. തൻ്റെ പേര് ഒരു സ്റ്റേറ്റ്മെന്റിലും ഇല്ലെന്നും ഷാഫി പറമ്പിൽ. എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നത്? ഞാൻ ആരുൾപ്പെടെ അല്ല, അത് ഞാൻ പറഞ്ഞു. ഞാൻ എന്തിനു മറുപടി? എൻ്റെ പേര് അതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലുണ്ടോ? ഞാനുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ചാണ്. ആ സൗഹൃദവും ഒരു പാർട്ടി നടപടിക്കും, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് മാറ്റുന്നതിലോ അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനകത്തോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലോ അത് പാർട്ടിക്ക് ഒരു തടസ്സമായിട്ട് അതും മാറിയിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് ആസ് സച്ച് എ പാർട്ടി എന്നുള്ള നിലക്ക് ഇത്തരം ഒരു കാര്യത്തിൽ മറ്റേത് പ്രസ്ഥാനവും സ്വീകരിച്ചതിനേക്കാളും ക്ലാരിറ്റി ഉള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാം ബോധ്യമുണ്ട്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റിനു, പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം വെക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ഷാഫി പറമ്പിൽ MP-യോട് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് അയാൾ രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഒപ്പം താനുമായി ഒരു സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് നടപടിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ MLA-ക്കെതിരായി നടപടിയെടുക്കുന്നതിൽ ഒരു തടസ്സമായിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് കൃത്യമായി തന്നെ ഈ കേസ്
ഘട്ടത്തിൽ വരുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഒരു തരത്തിലും തടസ്സമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. അങ്ങനെ ഭാഗമല്ലാത്ത ഒരാളെക്കുറിച്ച് എന്തിന് താൻ അഭിപ്രായം പറയണം എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളോട് തന്നെ പ്രതികരിച്ചത്. ഒപ്പം ഈ മൂന്നാം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകരയിലെ ഒരു ഫ്ളാറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നതും വിവാദം ഉയർന്നതും നമുക്കറിയാം. അത് ഷാഫി പറമ്പിൽ MP-യുടെ ഫ്ളാറ്റാണ് എന്നുള്ള ആരോപണമാണ് പലരും ഉയർത്തിയത്. തനിക്ക് അതിൽ അഭിപ്രായം പറയാനില്ല, താൻ അതിൽ എന്തിന് അഭിപ്രായം പറയണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. തൻ്റെ പേരോ അല്ലെങ്കിൽ ആ ഫ്ളാറ്റോ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമോ വേണ്ടയോ, MLA സ്ഥാനം ഒഴിയണമോ എന്നുള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുവാൻ വേണ്ടി ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. SK. ഓക്കെ, താങ്ക് യു. നീന മാർട്ടിൻ പറയുന്നു, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അതൊരു പഴഞ്ചൊല്ലാണ്. നമുക്ക് ശരിക്കും ഒരാളെ വിലയിരുത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അയാളുടെ സാമ്പത്തിക വ്യാപാരങ്ങൾ, അത് റെഡിയല്ലെങ്കിൽ ഒരു കാരണവശാലും അയാൾ റെഡിയാവില്ല. രണ്ടാമത്തെ കാര്യം, അയാൾ ചെന്നു ചേരുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയാളുടെ ചങ്ങാതിമാർ അതാരാണെന്ന് നോക്കിയാലും മതി, അയാൾ നേരെയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ചിലർ പറയില്ലേ, പോത്തി എന്നാൽ പോത്തും കൂട്ടത്തിലേക്ക് ചേരൂ എന്ന് പറയുന്ന പോലെയാണ്. നെറികെട്ടവന്മാർ നെറികെട്ട ആൾക്കാരുടെ കമ്പനിയിലേക്ക് പോകും എന്ന വിശ്വാസത്തിലാണിത്. ഒരു വാർത്തയിലേക്ക്, ഇസ്രയേലിൽ മരിച്ച വയനാട് കോളിയാടി സ്വദേശി ജിനേഷിൻ്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ നൂൽപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബീനാച്ചി സ്വദേശിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ബ്ലേഡ് മാഫിയ ശക്തിപ്പെടുന്നത് പോലീസ് നിഷ്ക്രിയത്വം കാരണമാണെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് 24-നോട് പറഞ്ഞത്. ബ്ലേഡ് മാഫിയയിലേക്കുമായി ബന്ധപ്പെട്ട് ഒരു 20 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ വഴിമുട്ടിയപ്പോഴാണ് രേഷ്മ ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ ഒരു കാലത്ത് തഴച്ച് വളർന്ന ബ്ലേഡ് മാഫിയയെ ഓപ്പറേഷൻ കുബാരയൊക്കെ നടത്തി ബ്ലേഡ് മാഫിയകളൊക്കെ നമ്മൾ നിലക്ക് നിർത്തിയതാണ്. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും തലപൊക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അവരുടെ പിടിയാളുകളായിട്ട് അവരുടെ കടക്കണിയിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം. ഈ കുടുംബത്തിൻ്റെ പരാതി ഗൗരവത്തിലെടുക്കണം. ബ്ലഡ് മാഫിയയുടെ ഓപ്പറേഷനൊക്കെ ചില്ലറ കാര്യമല്ല. കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് AIYF വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത് തന്നെയാണ് ഈ വാർത്ത നേരത്തെ കൊടുത്തത്. ഇപ്പോൾ ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും ക്യാരി ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്ലേഡ് മാഫിയ ഒളിഞ്ഞും തെളിഞ്ഞും വയനാട്ടിൽ ശക്തിപ്പെടുന്നു എന്നുള്ള വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടോ? മിനിഞ്ഞാന്നാണ് നമ്മൾ ഈ വാർത്ത പ്രൈം ടൈമിൽ തന്നെ നൽകിയത്. ഇതിനെ ചൂടുപിടിച്ച് ഇന്നിപ്പോൾ മറ്റ് മാധ്യമങ്ങൾ കൂടി ഈ വിഷയം ഏറ്റെടുത്തു. പത്രങ്ങളിലടക്കം ഈ വാർത്ത സമഗ്രമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്തകളുടെ സാഹചര്യത്തിൽ നൂൽപ്പുഴ പോലീസ് സജീവമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. ബീനാച്ചി സ്വദേശിയിൽ നിന്ന് മൊഴിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ വീട്ടുകാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 6 മാസം മുമ്പാണ് ജിനേഷിന്റെ മരണം ഇസ്രായേലിൽ സംഭവിക്കുന്നത്. ആ മരണത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ഏത് സാഹചര്യത്തിലാണ് ജിനേഷ് മരിച്ചത് എന്നതിന് ഉത്തരം ബന്ധുക്കൾക്ക് കിട്ടിയിട്ടില്ല. രേഷ്മ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാർക്കടക്കം പരാതികൾ നൽകി എംബസിയിലേക്ക് കത്തയച്ചു. എന്നിട്ടും മറുപടിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് രേഷ്മയുടെ മരണം സംഭവിക്കുന്നത്. സ്വാഭാവികമായും ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇവരുടെ മാതാവ് ജിനേഷിന്റെയും ഒപ്പം തന്നെ രേഷ്മയുടെയും മാതാപിതാക്കൾ തന്നെ ഇക്കാര്യം 24-നോട് വെളിപ്പെടുത്തി. അതായത് ബ്ലേഡ് മാഫിയയുടെ ഇടപെടൽ ഈ മരണത്തിന് പിന്നിലുണ്ടെന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് അവരുടെ വെളിപ്പെടുത്തലുണ്ടായത്. 20 ലക്ഷം രൂപ ജിനേഷ് കടം വാങ്ങിയിരുന്നു. അത് വിവിധ ഘട്ടങ്ങളായി തിരിച്ചു നൽകിയതുമാണ്. ഈ ഘട്ടത്തിൽ നൽകിയ ഈ മുദ്രപത്രങ്ങളും ഒപ്പം തന്നെ ബ്ലാങ്ക് ചെക്കുകളിലും അത് വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൂടുതൽ തുക എഴുതി ചേർത്ത് വലിയ ബാധ്യതയുണ്ടെന്നുള്ള തരത്തിൽ ഈ കുടുംബത്തിന്റെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനുള്ള ശ്രമമുണ്ടായി. അത് അറ്റാച്ച് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. സ്വാഭാവികമായും ഇതിൽ ബ്ലേഡ് മാഫിയയുടെ ഇടപെടലുണ്ട്, പങ്കുണ്ട് എന്നുള്ളത് വീട്ടുകാർ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ പോലീസിൽ പരാതി നൽകിയതാണ്. പക്ഷേ അതിൽ കൃത്യമായൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള T. മുഹമ്മദ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ഈ കുടുംബം ഒരു ആക്ഷൻ കൗൺസിൽ നടപടിയിലേക്ക് രൂപീകരിക്കുകയാണെങ്കിൽ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് എത്തും. മാത്രമല്ല ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിലാണ് ഇത്തരത്തിലുള്ള ബ്ലേഡ് മാഫിയകൾ തഴച്ചു വളരുന്നത് എന്നുള്ളതാണ് T. മുഹമ്മദ് പറയുന്നത്. ഇതേ വാദം തന്നെയാണ് ഇപ്പോൾ AIYF രംഗത്ത് വന്നിട്ടുള്ളത്. ബ്ലേഡ് മാഫിയയുടെ ഇടപെടൽ വ്യക്തമായിട്ടും പോലീസിന്റെ നിഷ്ക്രിയത്വം അന്വേഷണം വഴിമുട്ടിക്കുകയാണെന്നുള്ളതാണ് വാർത്താക്കുറിപ്പിൽ AIYF അറിയിച്ചിട്ടുള്ളത്. കൃത്യമായ അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാകണം. അന്വേഷണത്തിൽ
കൃത്യതയില്ലെങ്കിൽ ശക്തമായ സമരം ഉണ്ടാകുമെന്നാണ് AIYFന്റെ മുന്നറിയിപ്പ്. അത്തരത്തിൽ വിവിധ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു. ഈ മരണത്തിൽ കൃത്യമായ ഒരു ഉത്തരം വേണം. ആ ഉത്തരം 2 കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ജിനേഷിന്റെ കത്തുമുണ്ട്, രേഷ്മയുടെ കത്തുമുണ്ട്. ഈ 2 കത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്ന പശ്ചാത്തലമുള്ളത്. ആ കത്തിൽ പരാമർശിച്ച കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ബ്ലേഡ് മാഫിയയുടെ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, വാദങ്ങൾ അതിനകത്ത് ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം വേണം, കൃത്യത വേണം ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എന്നുള്ളതാണ് വീട്ടുകാരും ഉന്നയിക്കുന്ന ആവശ്യം. മാത്രമല്ല ഇത് വീട് അറ്റാച്ച് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കരുത്. അതിനുവേണ്ടി ആ കുട്ടി ഇപ്പോൾ 10 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടി അനാഥത്വത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നടപടിയിലേക്ക് കടക്കരുത് എന്നുള്ള ആവശ്യമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പ്. എന്തായാലും ഈ ബ്ലേഡ് മാഫിയ വയനാട് പോലെയൊരു സ്ഥലത്ത് ശക്തിപ്പെടുന്നു എന്നറിയുമ്പോൾ അതിനെതിരെ കർക്കശമായ തീരുമാനങ്ങളും നടപടികളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സാധാരണ ജനങ്ങളായിരിക്കും ഇതുകൊണ്ട് ഏറ്റവും വീർപ്പുമുട്ടാൻ പോകുന്നത്. അവരായിരിക്കുമല്ലോ ഇത്തരം കമ്പനികളെയൊക്കെ ആശ്രയിക്കുന്നതും പണം കടവാങ്ങുന്നതും. അപ്പോൾ സമയത്ത് പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മരണം ഉൾപ്പെടെ വിധിക്കാൻ കെൽപ്പുള്ളവരാണ് ഈ ബ്ലേഡ് മാഫിയ എന്ന കാര്യത്തിൽ സംശയമില്ല. കൊബേരയൊക്കെ ചരിത്രമായി കഴിഞ്ഞ സ്ഥിതിക്ക് പുതിയ നിയമങ്ങൾ വരണം, അതല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വേണം ഇവരെ ഒതുക്കാൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ന് 8 പേരാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് പ്രതിശ്രുത വരൻ മരിച്ചു. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് രാവിലെ ഉണ്ടായത്. കോഴിക്കോട് കുന്ദമംഗലത്ത് കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച 3 പേർക്ക് ദാരുണ അന്ത്യമുണ്ടായി. കോട്ടയം മോനിപ്പള്ളിയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച 3 പേർക്ക് ജീവൻ നഷ്ടമായി. അപകടത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഇന്ന്. തിരുവനന്തപുരം കാട്ടായിക്കോണം സ്വദേശിനിയുമായി ഇന്ന് വിവാഹം നടക്കാനിരിക്കെയാണ് ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശി രാകേഷിന്റെ ജീവൻ അപകടത്തിൽ പൊലിഞ്ഞത്. ശ്രീകാര്യത്ത് KSRTC ബസും രാകേഷ് സഞ്ചരിച്ച ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. രാത്രി ബന്ധുവീട്ടിൽ പോയി മടങ്ങവെയാണ് അപകടം. കോഴിക്കോട് കുന്നമംഗലം പതിമംഗലത്താണ് പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് വാവാട് സ്വദേശി നിഹാൽ, ഈങ്ങാപ്പുഴ സ്വദേശി സുബിക്, വയനാട് പൊഴുതന സ്വദേശി സമീർ എന്നിവർ മരിച്ചത്. കുന്നമംഗലത്തേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനും കൊടുവള്ളിയിലേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പിക്കപ്പ് വാനിലുണ്ടായിരുന്ന പൊഴുതന സ്വദേശി സഫീഖ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തതെന്ന് നാട്ടുകാർ. വണ്ടി വേറെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് പ്രയാസം. ആളെടുക്കാൻ കഴിയുക. രണ്ടും ഒരേ ഭാഗത്താണുള്ളത്. ഡ്രൈവർ ഒരു ഭാഗത്താണ്, വേഗിൽ ഇടതുവശത്തിരിക്കുന്ന ആളും ഒരേ ഭാഗത്താണ്. അവർ രണ്ടാളും ഒരു ഭാഗത്ത് കുടുങ്ങിപ്പോയി, കാല് കുടുങ്ങിപ്പോയതാണ്. ഓലെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. വലിയ അനക്കൊന്നുമില്ല. ആള് ഓൺ ദ സ്പോട്ടിൽ മരിച്ചായിട്ടാണ് നമുക്ക് അന്നപ്പോൾ കിട്ടിയത്. കോട്ടയം മോനിപ്പള്ളിയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് ജീവൻ നഷ്ടമായി. നീണ്ടൂർ പ്രാവട്ടം സ്വദേശികളാണ് മരിച്ചത്. ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്ന 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് പന്നീരാങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം ടിപ്പർ ലോറിക്ക് പുറകിൽ പിക്കപ്പ് വാനിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ മരിച്ചു. തലശ്ശേരി പത്തായക്കുന്ന് സ്വദേശി സലീമാണ് മരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. രാജേഷ് കുമാർ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവം ഈ രീതിയിലായതിൽ അവൻ്റെ അമ്മയ്ക്കും പങ്കുണ്ട്. വയസ്സിന് മൂത്തവരോട് എങ്ങനെ പെരുമാറണം, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്, സ്ത്രീകളെ ബഹുമാനിക്കണം, ഇതൊക്കെ കുട്ടിക്കാലത്തെ പറഞ്ഞു കൊടുത്ത് വളർത്തണമായിരുന്നു. നമ്മൾ ഈ വളർത്തുദോഷം എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ എത്രയോ നന്നായി വളർത്തിവിട്ട കുട്ടികൾ പിൽക്കാലത്ത് വഴിതെറ്റി പോകുന്നു. അപ്പോൾ അത് അവർ ചെന്ന് ചേരുന്ന കമ്പനികൾ, നമുക്കറിയുന്ന പോലെ മനുഷ്യനെ സാമൂഹ്യവൽക്കരിക്കുന്ന ഒരു കാലത്ത് വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ അധ്യാപകരായിരിക്കും, കൂടെയുള്ള കൂട്ടുകാരായിരിക്കും, പിന്നെ കോളേജിലെത്തുമ്പോൾ അവർക്ക് വേറെ ബന്ധമൊക്കെ കാണും. അമ്മയെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രതിരോധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും ജർമ്മനിയും. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെഴ്സും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ഈ ധാരണ ഉണ്ടായത്. ലോകത്തെ 4-5 സ്ഥാനത്തുള്ള വലിയ സാമ്പത്തിക ശക്തികളായ ഇന്ത്യയും ജർമ്മനിയും പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക്. തന്ത്രപ്രധാന സഹകരണ ഉടമ്പടി ഉണ്ടാക്കിയതിന്റെ 25ാം വാർഷികത്തിലാണ് ജർമ്മൻ ചാൻസലർ ഇന്ത്യയിലെത്തിയത്. രാവിലെ സബർമതി ആശ്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെഴ്സും ഒരുമിച്ചെത്തി. ആശ്രമത്തിൽ ഏതാനും നിമിഷം ചെലവിട്ട ശേഷം സബർമതി തീരത്തേക്ക്. അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവത്തിൽ ഇരു നേതാക്കളും ചേർന്ന് പട്ടം പറത്തി തുടക്കം കുറിച്ചു. 11:30 ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ഉഭയകക്ഷി ചർച്ച തുടങ്ങിയത്. അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്ത് കൂടുതൽ സഹകരണത്തിനായി ഇരു രാജ്യങ്ങളും കൈകൊടുത്തു.
ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾ ചേർന്ന് മെഗാ പ്രോജക്റ്റുകൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി. इंडिया EU फ्री ट्रेड एग्रीमेंट भी जल्द साकार होने जा रहा है. यह हमारे व्यापार, निवेश और साझेदारी के लिए एक नया अध्याय खोलने वाला है. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ജർമ്മനി. The partnership between Germany and India is a strategic asset, economically, politically, and in a global context. ജർമ്മൻ ചാൻസലറായ ശേഷമുള്ള ഫ്രീഡിഷ് മെർസിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. 24 മുംബൈ. അമേരിക്കയുടെ ആക്രമണ ഭീഷണി തുടരുന്നതിനിടെ നിലപാട് പറഞ്ഞ ഇന്ത്യയിലെ ക്യൂബൻ എംബസിയിലെ ഡെപ്യൂട്ടി ഹെഡ് വാഡലൂപ്പെ ഡെ റെഗ്ലെ ഫ്രൊമേറ്റ ഗോമസ് രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഫ്രൊമേറ്റ ഗോമസ് 24നോട് പറഞ്ഞു. After 65 years of US blockade, this target is only one target more. But the spirit of our people will be always in defense of our revolution. This is the first thing for the Cuban people, because thanks of the Cuban revolution, the people of Cuba have a spirit, the real socialism. The Cuban people is in this position to give our blood in defense of our revolution. So we will do anything to defend our nation. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ പറഞ്ഞു. യഥാർത്ഥ സുഹൃത്തുക്കൾ എല്ലായ്പ്പോഴും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നും സെർജിയോ ഗോർ പറഞ്ഞു. No partner is more essential than India. In the months and years ahead, it is my goal as ambassador to pursue a very ambitious agenda. We will do this as true strategic partners, each bringing strength, respect, and leadership to the table. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. ഇന്ന് വെനസ്വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിനിടെയാണ് നമ്മൾ ക്യൂബയുടെ പ്രതിനിധിയെ ഇന്ന് കാണുന്നത്, ഫ്രൊമേറ്റ ഗോമസിനെ. കാണുമ്പോൾ തന്നെ ക്യൂബയിലേക്ക് ഇനി അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അവർ പറയുന്നത്. 65 വർഷം അമേരിക്കയുടെ ഉപരോധം സഹിച്ചവരാണ് ഞങ്ങൾ, അമേരിക്കയെ പ്രതിരോധിച്ചവരാണ് ഞങ്ങൾ, പ്രതിരോധമാണ് ഞങ്ങളുടെ കരുത്ത്, അമേരിക്കയ്ക്കെതിരായ പോരാട്ടം ഞങ്ങളുടെ വിപ്ലവമല്ല, ഞങ്ങളുടെ മണ്ണിലും രക്തത്തിലും ഉള്ളതാണ്, അതൊരിക്കലും മാറുകയില്ല. ഇനി എന്ത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും ആക്രമണം ഉണ്ടായാലും ഞങ്ങളുടെ മണ്ണും നാടും ജീവനും രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ക്യൂബൻ ജനത ഉണ്ടാകും എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് നമ്മളോട് ക്യൂബയുടെ ഇന്ത്യയിലെ ഡെപ്യൂട്ടി ഹെഡായിട്ടുള്ള ഫ്രൊമേറ്റ ഗോമസ് പറയുന്നത്. അവരുടെ വാക്കുകളിൽ ആ ധൈര്യമുണ്ട്, അവരുടെ ആ ആവേശമുണ്ട്. കാരണം നമുക്കറിയാം, വലിയ രൂപത്തിൽ വെനസ്വേലയ്ക്ക് എതിരായി അമേരിക്ക നടത്തിയ ആക്രമണവും അല്ലെങ്കിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അങ്ങനെ ക്യൂബയ്ക്കെതിരെ എന്ത് തരത്തിലുള്ള ഉപരോധവും ആക്രമണവും ഭീഷണിയും അമേരിക്കയുടെ ഭാഗത്തുണ്ടായാലും അതിനെ നേരിടാൻ ക്യൂബയ്ക്ക് കരുത്തുണ്ട്. ക്യൂബ 65 വർഷം അമേരിക്കൻ ഉപരോധത്തെ നേരിട്ടതാണ് എന്നാണ് നമ്മളോട് അവർ പറയുന്നത്. അതേ ദിവസം തന്നെ ഇന്ന് തന്നെയാണ് അതേസമയം ഇന്ത്യൻ അംബാസഡറായി സെർജിയോ ഗോർ ഇന്ത്യയിൽ സ്ഥാനപതിയായി സ്ഥാനം ഏറ്റെടുക്കുന്നത്. സെർജിയോ ഗോർ പറയുന്നത് മറുവശമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് അടക്കമുള്ള വിഷയങ്ങളിൽ വീണ്ടും ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയിരുന്നു. അതിനെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ടാണ് ഒരു അനുരഞ്ജനം എന്ന രൂപത്തിലാണ് സെർജിയോ ഗോർ ഇന്ന് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ സ്ഥാനപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം സംസാരിക്കുന്നത്. അതായത് ട്രംപും മോദിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ട്. അത് വാണിജ്യത്തിലും വ്യാപാരത്തിലും എല്ലാ തലങ്ങളിലും ഉണ്ട്. ആ ബന്ധം തുടരാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. ഇന്ത്യയുമായി ഒരു തരത്തിലുമുള്ള ഒരു യുദ്ധപ്രഖ്യാപനത്തിന് അമേരിക്കയില്ല. എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുമായി സൗഹൃദം പുലർത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഈ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അടുത്ത മാസം ഇന്ത്യയിലേക്ക് വരാൻ ട്രംപ് തയ്യാറാണെന്നും കൂടിയും സെർജിയോ ഗോർ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ രണ്ട് തരത്തിലാണ് ഇന്ന് ഈ വാർത്തയിൽ വലിയ വ്യാപ്തി ഉണ്ടാകുന്നത്. ഒന്ന് അമേരിക്കയുടെ ആക്രമണം ഭയന്ന് കഴിയുന്ന ക്യൂബൻ പ്രതിനിധി നമ്മളോട് സംസാരിക്കുന്ന അവരുടെ ധൈര്യം, ക്യൂബയുടെ പ്രതിരോധത്തെക്കുറിച്ചാണ്. മറുവശത്ത് ഇന്ത്യയുമായി സൗഹൃദം പാലിക്കാൻ അല്ലെങ്കിൽ സൗഹൃദം തുടരാൻ ആഗ്രഹമുണ്ട് എന്ന് ഇന്ത്യയിലെ പുതിയ സ്ഥാനപതി സെർജിയോ ഗോർ പറഞ്ഞു വയ്ക്കുന്നു. SKN. ഓക്കെ, നമുക്കൊപ്പം ചേർന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. അമേരിക്കയിൽ നിന്ന് ഒരു സുഹൃത്ത് പ്രൊമോഷറി എന്ന ID എന്നാണ് പറയുന്നത്. SKN, here in USA, അമേരിക്കയിൽ an immigration officer shot and killed a 37
ഇയർ ഓൾഡ് ലേഡി 37-കാരിയെ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വാർത്ത കേരളത്തിലും കാണിക്കണം. കാരണം കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഇതൊക്കെ അവർ മനസ്സിൽ കരുതിയിട്ട് വേണം അങ്ങോട്ടേക്കൊക്കെ വരാൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ വിദേശ നാടുകളിലൊക്കെ പോകുന്ന പല ആളുകളും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചില ആളുകളെക്കുറിച്ചൊക്കെ വലിയ പരാതി ഉയരുന്നുണ്ട്. അവരുടെ സംസ്കാരത്തിന് വിരുദ്ധമായി ചില ആളുകളൊക്കെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യക്കാർക്ക് ഇന്ത്യക്കാരോട് തന്നെ വിരോധമായിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വിദേശ നാടുകളിൽ നിന്ന് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ ശക്തമായ നീക്കത്തിന് തയ്യാറെടുക്കുന്നെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ നേതൃത്വം തന്നെ അറിയിച്ചെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭത്തിൽ മരണം 544ആയി. രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളിൽ മരണം 500 പിന്നിട്ടതോടെയാണ് താക്കീതുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഇറാനിൽ ശക്തമായ നീക്കത്തിന് താനും സൈന്യവും തയ്യാറെടുക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. ഇറാൻ നേതൃത്വം തന്നെ ഫോണിൽ വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ. പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നത് തുടർന്നാൽ ചർച്ചയ്ക്ക് മുൻപ് തന്നെ അമേരിക്ക ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരെ പിന്തുണച്ചാൽ US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ ഇപ്പോഴത്തെ പരാമർശത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ ഇറാൻ സുരക്ഷാ സേന ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനവുമായി റേസ പഹ്ലവി രംഗത്തെത്തി. 2 ആഴ്ചയിലധികമായി തുടരുന്ന പ്രക്ഷോഭത്തിൽ മരണം 500 കടന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടതിന് പിന്നാലെ സർക്കാർ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇറാനിൽ വ്യാഴാഴ്ച ആരംഭിച്ച ഇന്റർനെറ്റ് വിലക്ക് 5-ാം ദിവസവും തുടരുകയാണ്. ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ഇലോൺ മസ്കിന്റെ സഹായം തേടുമെന്ന് ട്രംപ് പറഞ്ഞു. പണപ്പെരുപ്പവും കറൻസി മൂല്യത്തകർച്ചയും തുടർന്ന് ഡിസംബർ 28-ന് ആരംഭിച്ച പ്രക്ഷോഭം 16-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അട്ടിമറി നടത്തി പ്രസിഡന്റിനെ റാഞ്ചിയതിനു പിന്നാലെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് താനാണ് എന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത എഡിറ്റഡ് ഇമേജിലാണ് അദ്ദേഹത്തിൻ്റെ ഈ അവകാശവാദം. വിക്കിപീഡിയയിലെ പ്രൊഫൈലിൽ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് ചേർത്തിരിക്കുന്നു. എഡിറ്റഡ് സ്ക്രീൻഷോട്ട് ഇമേജിനൊപ്പമാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2026 ജനുവരി മുതൽ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ന്യൂസ് എക്സ്പ്രസ് കാണാം. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്കെതിരെ വീണ്ടും ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചില നടപടികളോട് വിയോജിപ്പെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. വിമർശനം പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ ദേവസ്വം ബോർഡിന് എന്ത് പ്രസക്തിയെന്ന ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ചോദ്യം. ദേവസ്വം സ്വത്തുക്കൾ കൈക്കലാക്കുന്നത് തടയാൻ നിയമനിർമ്മാണം സാധ്യമാണോ എന്നും കോടതി ചോദിച്ചു. വ്യാജരേഖ ഉണ്ടാക്കിയതിൽ 1-ാം പേരുകാരൻ തന്ത്രി എന്ന BJP നേതൃത്വത്തെ തള്ളിക്കൊണ്ട് ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ ഹാജരാക്കാൻ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം. കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. അതിജീവിതയ്ക്കെതിരായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണി സന്ദേശം പുറത്തുവന്നു. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനും അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്ന് പരാതിക്കാരിക്ക് സന്ദേശം. ആളെ കൂട്ടി വീട്ടിലെത്തുമെന്നും ഭീഷണി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ആദ്യ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടന്ന സത്യഗ്രഹ വേദിയിലാണ് അതിജീവിതയുടെ വാക്കുകൾ ആലേഖനം ചെയ്ത കപ്പ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. രാഹുലിന്റെ അറസ്റ്റിന് ശേഷം അതിജീവിത പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകമാണ് കപ്പിലുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് അതിജീവിതയും. ISROയുടെ PSLV ദൗത്യം പരാജയമായി. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. PSLV ദൗത്യം ലക്ഷ്യം കാണാതെ പോയത് തുടർച്ചയായ 2-ാം തവണ. The performance of the vehicle up to the end of, close to the end of third stage was as expected. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates. And subsequently, there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. ഒന്നാം ഘട്ടത്തിൽ സാങ്കേതിക പിഴവുണ്ടായെന്നും പരിശോധന തുടരുകയാണെന്നും ISRO. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ LDFന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാതെ ജോസ് കെ മാണിയും MV ശ്രേയാംസ് കുമാറും. UDFന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന
എല്ലാ വിഭാഗം ആളുകളെയും സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് യു ഡി എഫിൻ്റെ അടിത്തറ വിശാലമാക്കണം എന്ന തീരുമാനം യു ഡി എഫ് എടുത്താണ്. യു ഡി എഫിലേക്ക് ആര് വന്നാലും അത് മെച്ചല്ലേ? യു ഡി എഫിൻ്റെ അടിത്തറയല്ലേ വിപുലീകരിക്കുന്നത്? ആളുകൾ കൂടുതലാകുന്നത് എല്ലാം കൊണ്ടും നല്ലതല്ലേ? കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ്. ജോസ് കെ മാണി എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് എം എ ബേബി. ജോസ് കെ മാണി വളരെ സജീവമായി എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. മറ്റെന്തെങ്കിലും ഊഹാപോഹങ്ങൾ നടത്തേണ്ട യാതൊരു സാഹചര്യവുമില്ല. യു ഡി എഫിനെ അപേക്ഷിച്ച് ഒരു പ്രയാസവും കൂടാതെ തീരുമാനിക്കാൻ കഴിയുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. യു ഡി എഫിൽ ഇപ്പോൾ തന്നെ പാർലമെന്റ് മെമ്പർമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ, പഴയ നേതാക്കന്മാരെ മത്സരത്തിന് ഇറക്കണമോ, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും എൽ ഡി എഫിലുണ്ടാവില്ല. വാർത്ത നിഷേധിച്ച ജോസ് കെ മാണി എൽ ഡി എഫ് യോഗത്തിന് എത്താതിരുന്നത് വിദേശത്തായതുകൊണ്ടാണെന്നും വിശദീകരണം. കരൂർ കേസിൽ ടി വി കെ അധ്യക്ഷൻ വിജയെ 5 മണിക്കൂർ ചോദ്യം ചെയ്ത് CBI. അപകടത്തിന്റെ ഉത്തരവാദിത്വം പ്രാദേശിക ഭരണകൂടത്തിനെന്ന് ചോദ്യം ചെയ്യൽ വിജയ്. റാലിയുടെ വിവരങ്ങൾ മുൻകൂട്ടി അറിയിച്ചിരുന്നതായും മൊഴി. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവില്ലെന്ന് വിജയ്. പൊങ്കൽ ഉത്സവം കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങണം എന്ന വിജയുടെ ആവശ്യം CBI അംഗീകരിച്ചു. കേരളത്തോട് കേന്ദ്ര സർക്കാരും BJPയും പകപോക്കുകയാണെന്ന മുഖ്യമന്ത്രി. കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനത്തോട് വിവേചനമെന്നും കുറ്റപ്പെടുത്തൽ. പ്രതിപക്ഷത്തിനും വിമർശനം. കേന്ദ്ര ഗവൺമെന്റ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷി BJP അതിൻ്റെയെല്ലാം കൂടെയാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യം ഒരു തരത്തിലും ഉയർത്താൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലയ്ക്ക് തയ്യാറല്ല. കേന്ദ്ര സർക്കാരിനെതിരെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ LDFിന്റെ സത്യഗ്രഹ സമരം. തിരുവനന്തപുരത്ത് സമരവും ഡൽഹിയിൽ സന്ധിയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവർ ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിൻ്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവർ പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്ത് പോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. ഭരണപരാജയം മറയ്ക്കാനുള്ള സമരമെന്ന് BJP. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതി. അഡ്വക്കേറ്റ് TB മിനി ഹാജരായത് 10 ദിവസത്തിൽ താഴെ മാത്രമെന്ന് വിമർശനം. വാദം നടക്കുമ്പോൾ അഭിഭാഷക ഉറങ്ങുക പതിവായിരുന്നെന്നും ജഡ്ജി ഹണി M. വർഗീസ്. ഞാൻ ഈ കേസും കഴിഞ്ഞു, ഒടിയും തട്ടിപ്പോയി, എൻ്റെ വക്കാലത്തിന്റെ പീരീഡും കഴിഞ്ഞു. ഞാൻ എൻ്റെ വേറെ കാര്യങ്ങൾക്ക് പോവുകയാണ്. അതിജീവിതയുടെ വക്കാലത്ത് ഇപ്പം എനിക്കില്ലല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്യണം? ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇവിടുത്തെ എല്ലാ വക്കീലന്മാരും ഒഴിഞ്ഞു നിൽക്കുമ്പോഴും നമ്മൾ ആ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റണം എന്നാണ് തീരുമാനിക്കുന്നത്, അവരാഗ്രഹിക്കുന്നത്. കോടതിയുടെ പരാമർശം പക്വതയില്ലാത്തതെന്ന് അഡ്വക്കേറ്റ് TB മിനി. മകരസംക്രമ സന്ധിയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്ത് നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ. സന്നിധാനത്ത് മകരവിളക്കിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. നിലയ്ക്കലിലും പമ്പയിലും കൂടുതൽ നിയന്ത്രണങ്ങൾ. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടെ ഇറാനിൽ ഇടപെടാൻ തയ്യാറെടുത്ത അമേരിക്ക. സൈനിക നീക്കത്തിന് തയ്യാറെന്ന ഡൊണാൾഡ് ട്രംപ്. ഇറാൻ നേതൃത്വം ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെന്നും വെളിപ്പെടുത്തൽ. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 500 കടന്നു. സംസ്ഥാനത്തെ വാഹനാപകടങ്ങളിൽ ഇന്ന് 8 പേർ മരിച്ചു. തിരുവനന്തപുരം ശ്രീകാര്യത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് പ്രതിശ്രുത വരന് ദാരുണാന്ത്യമുണ്ടായി. മരിച്ചത് ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശി രാകേഷ്. കോഴിക്കോട് കുന്ദമംഗലത്ത് കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. കോട്ടയം മോനിപ്പള്ളിയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. 24 ഫോളോ അപ്പ്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്ന് തുണിക്കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു.
മാനന്തവാടി SI MC പവന് അന്വേഷണ ചുമതല. കേസെടുത്തത് പാണ്ടിക്കടവ് സ്വദേശിനിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. ആശുപത്രിയുടെ വീഴ്ച ആദ്യം പുറത്തെത്തിച്ചത് 24. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടി. മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഹൈക്കോടതി ഇന്ന് സ്റ്റേ ചെയ്തു. തുടർ നടപടി പാടില്ലെന്നും നിർദ്ദേശം. ഹൈക്കോടതി ഉത്തരവ് KS അനിൽകുമാർ നൽകിയ ഹർജിയിൽ. സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് വിവാദത്തിലായി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ക്വിസിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ ചോദ്യമായി ഉൾപ്പെടുത്തിയെന്ന ആരോപണം. പല ചോദ്യങ്ങളുടെയും ഉത്തരം മുഖ്യമന്ത്രിയെന്നും കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന KPCTA. കേന്ദ്രം അനുവർത്തിക്കുന്ന അതേ ഫാസിസ്റ്റ് ലൈനിലേക്ക് വരികയും തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ട് കുട്ടികളെ കൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, കേൾവിയില്ലാത്ത ഒരു കാര്യത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോവുകയാണ്. ഇത് നഖശികാന്തം എതിർക്കപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഒരു നീക്കം ദുരുപദിഷ്ടിതമാണ്. ഇത് പൊതുവിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന ആക്ഷേപം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പരോൾ അനുവദിച്ചത് ഒന്നാം പ്രതി MC അനൂപിന്. 3 മാസത്തെ ജയിൽവാസത്തിന് ശേഷമുള്ള സ്വാഭാവിക പരോളെന്ന് ജയിൽ അധികൃതർ വിശദീകരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി 2 നാൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. മറ്റന്നാൾ രാവിലെ 10 മണിക്ക് പ്രധാന വേദിയായ തൃശൂർ തേക്കൻകാട് മൈതാനം എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിക്കും. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ജില്ലയിൽ പ്രയാണം ആരംഭിച്ചു. 249 ഇനങ്ങളിലായി 15,000 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ഇന്ത്യയും അമേരിക്കയും യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത കൊല്ലം ഇന്ത്യ സന്ദർശിക്കും. യഥാർത്ഥ സുഹൃത്തുക്കൾ എല്ലായ്പ്പോഴും തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നും അംബാസഡർ. പ്രതിരോധം, സെമി കണ്ടക്ടർ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണത്തിനായി കരാർ ഒപ്പിട്ട് ഇന്ത്യയും ജർമ്മനിയും. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെഴ്സും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് മേപ്പാടി ടൗണിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടന്ന വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിച്ച ടിപ്പർ ലോറി. അപകടത്തിന് നടുക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. പരിക്കേറ്റത് മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക്. അട്ടിമറി നടത്തി പ്രസിഡന്റിനെ റാഞ്ചിയതിനു പിന്നാലെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് താനാണ് എന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ വാദം. വെനസ്വേലയിൽ നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റ് ഉണ്ടായിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഇസ്രയേലിൽ മരിച്ച വയനാട് കോളിയാടി സ്വദേശി ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ നൂൽപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്നാണ് ജിനേഷും ഭാര്യ രേഷ്മയും ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ബ്ലേഡ് മാഫിയ ശക്തിപ്പെടുന്നത് പോലീസ് നിഷ്ക്രിയത്വം കൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെട്ടു. കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് AIYFന്റെ മുന്നറിയിപ്പ്. സൂരജ് ലാമ തിരോധാന കേസിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ DNA ഫലം വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി 2 ആഴ്ചയ്ക്കുള്ളിൽ ഫലം ലഭ്യമാക്കണമെന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലാബോറട്ടറിക്ക് നിർദ്ദേശം വന്നു. കാസർഗോഡ് കൊമ്പളയിൽ ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെ സമരം കടുപ്പിച്ച സമരസമിതി. നാളെ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. 25 കിലോമീറ്റർ ദൂരപരിധിയിൽ 2 ഇടങ്ങളിൽ ടോൾ പിരിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നു. മഞ്ചേശ്വരം MLA AK അക്ഷർ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് ബൈപ്പാസിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ പിരിവ് ആരംഭിക്കും. തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച എൽദോസ് കുന്നപ്പള്ളി MLA സിറ്റിംഗ് സീറ്റായ പെരുമ്പാവൂരിൽ തന്നെ മത്സരിക്കണമെന്നും പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്നും എൽദോസ് കുന്നപ്പള്ളി 24നോട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷമായി ഞാൻ പെരുമ്പാവൂരിൻ്റെ ജനപ്രതിനിധിയാണ്. അവിടുത്തെ ആളുകളുമായി വളരെ അടുത്ത ബന്ധവും ആഴത്തിലുള്ള സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിനോട് എനിക്ക് പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ മത്സരിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.
എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതികരണം ഇക്കുറി സീറ്റ് ഉണ്ടാവില്ല എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന് പറയാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം 24നോട്. മന്ത്രി എം വി രാജേഷിനെതിരെ വിമർശനം. കഴിഞ്ഞ 5 വർഷത്തെ ഒരു വലിയ നിരാശ തൃത്താലയിലെ ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മന്ത്രിയായിട്ടും അദ്ദേഹം ഇടക്കാലത്ത് സ്പീക്കറായിരുന്നിട്ടും ഒരുപാട് അധികാരങ്ങളും പദവിയും സന്നാഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ നിലയിലുള്ള ഒരു താല്പര്യക്കുറവ് തൃത്താലയുടെ വികസന കാര്യത്തോട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൃത്താലയിൽ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് നിരാശയാണെന്നും വി ടി ബൽറാം. കുന്നത്തൂരിൽ വീണ്ടും മത്സരിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ് കോവൂർ കുഞ്ഞുമോൻ MLA. RSP ലെനിനിസ്റ്റിന് അർഹതപ്പെട്ട സീറ്റാണ് കുന്നത്തൂരെന്ന് കോവൂർ കുഞ്ഞുമോൻ 24നോട്. സീറ്റ് തീരുമാനിക്കേണ്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതുപോലെ പാർട്ടിയുടെ തീരുമാനം ഞാൻ തന്നെ മത്സരിക്കണമെന്നാണ് RSP ലെനിനിസ്റ്റിൻ്റെ തീരുമാനം. അതിൻ്റെ അവസാന അപ്രൂവൽ തരേണ്ടുന്നത് LDF ആണ്. മട്ടന്നൂർ മണ്ഡലം ഏറ്റെടുക്കാൻ കോൺഗ്രസ് നീക്കം. മട്ടന്നൂരിൽ മത്സരിക്കാൻ ഇല്ല എന്ന RSP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിയിപ്പോടെ എതിർപ്പുമായി RSP ജില്ലാ ഘടകം. കണ്ണൂർ സെൻട്രൽ ജയിലിന് സുരക്ഷാ ഭീഷണിയായി ഡ്രോൺ. സെൻട്രൽ ജയിലിന് മുകളിലൂടെ ഡ്രോൺ പറന്നത് കഴിഞ്ഞ ദിവസം. പിന്നിൽ ലഹരി എറിഞ്ഞു കൊടുക്കുന്ന സംഘമെന്ന് സംശയം. സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. പവന് 1240 രൂപ കൂടി 1,04,240 രൂപയായി ഉയർന്നു. ഗ്രാമിന് 155 രൂപ ഉയർന്ന് 13,030 രൂപയായി. ഇതോടെ ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് ഒന്നൊന്നായി. ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം co-powered by രമേഷ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മറ്റന്നാളാണ് മകരവിളക്ക്. ശബരിമലയിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മയാണ് 26 പേരുടെ സംഘത്തെ നയിക്കുന്നത്. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 12:50 തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള ചടങ്ങുകൾ തുടങ്ങി. 1 മണിക്ക് വാഹക സംഘം തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി. ശ്രീകൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ടു പറന്നതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കം. രാജപ്രതിനിധിയായി PN നാരായണവർമ്മയാണ് ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. മരുതമനയിൽ ശിവൻകുട്ടിയാണ് ഇത്തവണ മുതൽ തിരുവാഭരണ വാഹക സംഘത്തിന്റെ ഗുരുസ്വാമി. 26 പേരാണ് സംഘത്തിലുള്ളത്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ നീങ്ങുന്ന ഘോഷയാത്ര 14-ന് ശബരിമലയിൽ എത്തിച്ചേരും. മകരവിളക്ക് ദിനമായ അന്ന് വൈകിട്ട് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 24 പത്തനംതിട്ട. മകരവിളക്കിന് 2 നാൾ മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമായി. ഭരണശാലകൾ കെട്ടി ഭക്തർ സന്നിധാനത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. മറ്റന്നാളാണ് മകരവിളക്ക്. സന്നിധാനത്ത് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പക്ഷേ മകരവിളക്കിന് ഇനിയും ഒരു ദിവസം കൂടി കാത്തിരിക്കണം. 14-നാണ് മകരവിളക്ക്, അതായത് മറ്റന്നാൾ. സ്വാഭാവികമായി പക്ഷേ ഈ മേഖലയിൽ പൂർണ്ണമായിട്ട് ആളുകളൊക്കെ ഇപ്പോഴും ഭക്തരൊക്കെ ഭജനയൊക്കെ പാടി പർണശാലകളൊക്കെ കെട്ടി പാണ്ടിത്താവളത്തും അതുപോലെ തന്നെ പല മേഖലകളും ശരകുത്തിയിലടക്കം കുട്ടികളടക്കം ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവരുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ പാലക്കാട് നിന്നാണല്ലേ? പാലക്കാട് ആലത്തൂർ പുതുക്കോട് എന്ന് പറയും, മണപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. കഴിഞ്ഞ തവണത്തെക്കാളും എന്തൊരു മാറ്റമാണ് കാണുന്നത്? കുഴപ്പമില്ല, മാറ്റങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം സൗകര്യം കുറച്ച് ഒരു ബുദ്ധിമുട്ട് ലെവലിലാണെങ്കിലും എന്നാലും കുഴപ്പമില്ല. മലയാളികൾ വളരെ കുറവല്ലേ? അതെ, മലയാളീസ് ഇപ്രാവശ്യം കുറച്ച് കമ്മിയാണ്. അതെ. ഇത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉണ്ട്. എന്താ പേരെന്താ? വേദിക. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 3ാം ക്ലാസ്സിൽ. എത്ര തവണയായി ശബരിമലയിൽ വരുന്നു? 3ാമത്തെ. മോള് എത്രാമത്തെ പ്രാവശ്യം വരുന്നേ? കന്നിസ്വാമിയാണ്. കന്നിമാളിയപ്പുറമാണ് അല്ലേ? ഇനി
14-ന് മകരവിളക്ക് കഴിഞ്ഞ് മാത്രമേ എല്ലാവരും ഇവിടുന്ന് മലയിറങ്ങി പോവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഖിൽ നിലയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 സന്നിധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറുകയാണ്. വിദ്യാർത്ഥികൾക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് വിവാദത്തിലായി സർക്കാർ നേട്ടങ്ങൾ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതിലും മുഖ്യമന്ത്രിയുടെ പേര് ഉത്തരമായി വരുന്ന ചോദ്യങ്ങളിലുമാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുട്ടികളിൽ കക്ഷി രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്നതാണ് ഇതെന്ന് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന KPSTA വിമർശിച്ചു. ഇന്ന് ആരംഭിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസിൽ സ്കൂൾ തല പ്രാഥമിക റൗണ്ടിലെ ചോദ്യാവലി പുറത്തുവന്നതോടെ വിവാദങ്ങൾക്കും തുടക്കമായി. 4ാമത്തെ ചോദ്യം, അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ആര്? 7ാമത്തെ ചോദ്യം, എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ഇത് ഏത് വകുപ്പിന്റെ ആപ്തവാക്യമാണ്? ഇതോടെ മത്സരത്തിലെ ചോദ്യങ്ങൾ പൂർണ്ണമായും സർക്കാർ പ്രചാരണമാണെന്നും പല ചോദ്യങ്ങളുടെയും ഉത്തരം മുഖ്യമന്ത്രി എന്നാണെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ട് കുട്ടികളെ കൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, കേൾവിയില്ലാത്ത ഒരു കാര്യത്തിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് പോവുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുട്ടികളിൽ നിർബന്ധപൂർവ്വം രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സംഘടന ആരോപിച്ചു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി കേവലം പാർട്ടി പ്രചാരണമായി മാറിയെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേന്ദ്രത്തിനെതിരായ LDFന്റെ സമരത്തിൽ പങ്കെടുക്കാതെ ജോസ് കെ മാണിയും MV ശ്രേയാംസ്കുമാറും 2 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ച സമരത്തിൽ നിന്നുള്ള ഇരു നേതാക്കളുടെയും വിട്ടുനിൽക്കൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനെ മുസ്ലിം ലീഗ് UDFിലേക്ക് സ്വാഗതം ചെയ്തു. ജോസ് കെ മാണി LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ഡിസംബർ അവസാന വാരം ചേർന്ന ഇടതുമുന്നണി യോഗമാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധമടക്കമുള്ള നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത് സമരം നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമരത്തിൽ 2 നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ എന്നിവരുടെ അസാന്നിധ്യമാണ് ചർച്ചയായത്. 2 നേതാക്കളുടെ പാർട്ടികളും ഉടൻ മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയുണ്ടായ വിട്ടുനിൽക്കൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചു. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. UDFിലേക്ക് ആര് വന്നാലും അത് മെച്ചല്ലേ? UDFിന്റെ അടിത്തറയല്ലേ വിപുലീകരിക്കുന്നത്? ആളുകൾ കൂടുതലാകുന്നത് എല്ലാം കൊണ്ടും നല്ലതല്ലേ? ജോസ് കെ മാണി LDFിൽ ഉറച്ചു നിൽക്കുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. ശ്രീ ജോസ് കെ മാണി വളരെ സജീവമായി LDFിന്റെ ഭാഗമായി നിൽക്കുന്നയാളാണ്. മറ്റെന്തെങ്കിലും ഊഹാപോഹങ്ങൾ നടത്തേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഡൽഹിയിലായതുകൊണ്ടാണ് മുൻകൂട്ടി നിശ്ചയിച്ച സമരത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. കഴിഞ്ഞ 2 LDF യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല. ആദ്യ യോഗത്തിൽ കേരള കോൺഗ്രസിൽ നിന്ന് ആരും പങ്കെടുത്തിരുന്നില്ല. 2ാമത്തെ യോഗത്തിൽ പ്രതിനിധിയെ അയക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പണം വിതരണം ചെയ്യാനുള്ള സർക്കാരിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. സ്ത്രീകൾക്ക് 3000 രൂപ നൽകാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞത്. പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധത്തിന് പിന്നാലെയായിരുന്നു ഈ നീക്കം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ചേരുന്നു. പറയൂ ശ്രീനാഥ്. ഏതാണ്ട് 2 കോടിയോളം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കായിരുന്നു 3000 രൂപ, അതായത് ഡിസംബർ ജനുവരി മാസത്തെ ഗഡുക്കളായ 1500 രൂപ വീതം, അതായത് 3000 രൂപ അക്കൗണ്ടിലേക്ക് വരേണ്ടിയിരുന്നത്. ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം 15 തീയതി വോട്ടെടുപ്പാണ്. അതിന് തലേന്ന് 14 തീയതി വിതരണം ചെയ്യാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം. ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ വേണ്ടി വോട്ടർമാർക്ക് നേരിട്ട് പണം നൽകാനുള്ള ഒരു ശ്രമമാണ് എന്ന രീതിയിലായിരുന്നു പരാതി പോയിരുന്നത്. ഏതായാലും അതിലിപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നു. അന്ന് പണം വിതരണം ചെയ്യുന്നത് ഇപ്പോഴേതായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നടപടിയെ റദ്ദാക്കിയിരിക്കുന്നു, തടഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. ഇനി 24 ഫാമിലിയിലുണ്ടായ ഒരു വിയോഗത്തിൻ്റെ വാർത്തയിലേക്കാണ് ഞാൻ കടക്കുന്നത്. കോഴിക്കോട് കുട്ടമ്പൂർ പത്മതീർത്ഥത്തിൽ ഇന്ദിര അച്യുതൻ അന്തരിച്ചു. 60 വയസ്സ് പ്രായമായിരുന്നു. 24ലെ അസിസ്റ്റന്റ് ലൈബ്രറിയൻ അനുപമ മകളാണ്. സംസ്കാരം നാളെ രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ആദരാഞ്ജലികൾ. വൻ പ്രതിഷേധത്തിനിടയിലും കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിവ് ആരംഭിച്ച ദേശീയപാത അതോറിറ്റി റോഡ് ഉപരോധിച്ച
മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ഇന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ടോൾ പിരിവിനെതിരെ സമരസമിതി നാളെ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. പ്രതിഷേധം കനക്കുമെന്ന സൂചനയെ തുടർന്ന് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചായിരുന്നു ദേശീയപാത അതോറിറ്റി കുമ്പളയിൽ ടോൾ തുറക്കാനെത്തിയത്. രാവിലെ 7:30 MLAയുടെ നേതൃത്വത്തിൽ സമരസമിതി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും ഡിവൈഎസ്പിയും പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ടോൾ പിരിവ് തുടങ്ങണമെന്ന നിലപാടിൽ അധികൃതർ ഉറച്ചു നിന്നതോടെ ചർച്ചകൾ പരാജയപ്പെട്ടു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന മഞ്ചേശ്വരം MLA AK അഷ്റഫിനെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഈ ടോൾ ബൂത്തിനെതിരെ നടത്തുന്നത് ഒരു ജനകീയ സമരമാണ്. പോലീസ് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഇന്നൊരു പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ചെയ്താലും നിരന്തര സമരത്തിലൂടെ ഈ ടോൾ ബൂത്തിനെ ഞങ്ങൾ എന്തായാലും പൂട്ടിക്കും. പ്രതിഷേധക്കാരെ മാറ്റിയതിന് തൊട്ടു പിന്നാലെ അധികൃതർ ടോൾ പിരിവ് തുടങ്ങി. 2 ടോൾ ബൂത്തുകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂരപരിധി വേണമെന്ന വ്യവസ്ഥ നിലനിൽക്കെ തലപ്പാടിയിൽ നിന്നും വെറും 22 കിലോമീറ്റർ മാത്രം അകലെ പുതിയ ബൂത്ത് സ്ഥാപിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഹൈക്കോടതിയിലെ ഹർജിയിൽ തീരുമാനമായ ശേഷം മാത്രമേ പിരിവ് തുടങ്ങൂ എന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് ലംഘിക്കപ്പെട്ടതായും സമരസമിതി ആരോപിക്കുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. 60 കിലോമീറ്റർ ദൂരമെന്നാണ് വ്യവസ്ഥയെങ്കിലും കുമ്പളയിലെ ടോൾ ബൂത്ത് താൽക്കാലികമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. 24 കാസർഗോഡ്.